അപ്പൊ എന്താ പറയാ പൊന്നും അതിന്റെ ഇടയിൽ ഒന്ന് ഇടങ്കോലിടാൻ വന്നേ. അപ്പൊ പറഞ്ഞു തന്നെ എന്താ വെച്ചാല് അള്ളാന്റെ കഴിവില്ലാതെ നമ്മളെ ദുനിയാവിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. കുറച്ച് ദിവസം മുമ്പ് ഒരു ഉസ്താദ് ഉണ്ടില്ലേ, ഉസ്താദ്. ആ ആത്മഹത്യ. അതന്നെ, അത് ഇതില് ഞാൻ ആ പോസ്റ്ററുടെ കാണാത്തോൽക്കും വേണ്ടിട്ട് ഒരു ഉസ്താദ് ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് നടന്ന് നടന്ന് ആ ആൾക്ക് വഴിമുട്ടി, ഒരു ഒരു ഗതിയില്ലാതായി. ഗതിയില്ലാതായി. അതിന് ഭാര്യയും കുട്ടികളും ഉണ്ട്, എല്ലാം അത് ചെയ്തത് തെറ്റാണോ ശരിയാണോ അള്ളാഹ്ക്ക് അറിയണം, നമുക്ക് അറിയില്ല. നമ്മൾ ഇസ്ലാമില് നമുക്ക് ഇസ്ലാമില് വൻപാവങ്ങളിൽപ്പെട്ടെന്തോ ആണ്. വൻഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ്. പക്ഷെ എന്നാലും ആൾക്ക് ഗതി മുട്ടിയിട്ട് ചെയ്ത് ഞാൻ ആളെ കുറ്റപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യല്ല, ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അതിന് വേറൊരു മാർഗമില്ല. അത്രയും കടത്തിൽ മുങ്ങി വേറൊരു ഉസ്താദിനോട് ചെന്നിട്ട് നെലോലിച്ച് പറയണ വോയിസും ഒക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കണ്ടപ്പോ ഞാൻ നമ്മളെ അവസ്ഥ അങ്ങനെ ആലോചിച്ച് അള്ളാ അൽഹംദുലില്ലാ പറഞ്ഞു ഞാന്. എന്താ വെച്ചാ നമ്മൾ അള്ളാ അങ്ങനെ ഒന്നും ആക്കിയില്ലല്ലോ, അള്ളാ ആയുസിനെ തന്നീലേ. നമ്മളെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് 3-4 ദിവസം ഹെഡ് ഓഫീസിൽ നിന്നാണ്, ബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ് വിളിച്ച് ഒരു ദിവസം 10 കോളെങ്കിലും വരും ബാങ്കിൽ നിന്ന്. അവസാനം ആ ബ്രാഞ്ച് എന്തോ ഹെഡ് ഓഫീസിലെ ആളോട് ഞാൻ സൈ കെട്ടപ്പോ ഞാനും പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ചെയ്തോളൂ ചെയ്തോളി. വഴി നോക്കിക്കോളേ, നമ്മള് ചെയ്യാൻ പറ്റുന്ന നോക്കിക്കോളേ. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ. ഫുള്ള് പൈസ തന്നൊന്നും നമുക്ക് സഹായിക്കാൻ പറ്റൂല, ആർക്കും പറ്റൂല. നമുക്ക് തോന്നെ കടം വെച്ചിട്ട് എല്ലാരും ഇപ്പൊ സഹായിച്ചോളണമെന്നില്ലല്ലോ. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും, കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അവര് സഹായിക്കണോ ആവും, പക്ഷെ അത് അറിഞ്ഞോ നമ്മൾ സഹായിക്കൂല എന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവും, നമ്മൾ ആരും കുറ്റപ്പെടുത്തണില്ല. പക്ഷെ നമുക്ക് അള്ള കണക്കാക്കിണെങ്കിലേ നമ്മളെ പൈസ അള്ള ആളെ കയ്യിൽ കൊടുക്കുള്ളൂ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് അള്ള കണക്കാക്കിണെങ്കിൽ അത് ഒരാളെ കയ്യിൽ അള്ള കൊടുക്കും, ആ ആളെ മുഖേന അങ്ങോട്ട് എത്തിച്ചേരുള്ളൂ. എത്രയോ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ്. നല്ല കുട്ടികൾക്ക് ഒരുപാട് അറിവ് പഠിപ്പിച്ചിരുന്ന ഉസ്താദ് മരിച്ച് ഒരുപാട് കടം വന്നിട്ട്. അപ്പൊ അതേ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ, ആർക്കും തരാതിരിക്കട്ടെ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഞാനിതേപോലെ ഇത് കണ്ടതിന് ശേഷം സ്ഥിരമായിട്ട് മാസങ്ങളായിട്ടാ, കുറെ ആയി നമ്മളിത് തുടങ്ങിയ അന്ന് മുതല് ഓരോ ദിവസവും ഞാൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യത് ഓരോ നിസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം അള്ളാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബി ഫളലിക അമ്മൻ സിവാക്ക്, അങ്ങനത്തെ ഒരു ആയത്ത്. ആ ആയത്ത് എല്ലാ വക്തിനും നമ്മൾ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹി 5 വക്തിനും 7 പ്രാവശ്യം ചൊല്ലുക. പിന്നെ വെള്ളിയാഴ്ച ദിവസം 70 വട്ടം ചൊല്ലുക. അപ്പോൾ ഏത് നിസ്കാരത്തിനാ, വെള്ളിയാഴ്ച പകല് എപ്പോഴാലും കുഴപ്പമില്ല, ജുമുഅന്റെ നേരത്താണെങ്കിൽ നല്ലതാണ്. അതിപ്പോ ഞാൻ നിസ്കരിക്കണില്ലെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും ഞാൻ 70 വട്ടം മുഴുവനാക്കും. എന്റെ മനസ്സിലെന്താണ്, കടം വീടണം. ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കടം വീടണം. പക്ഷെ നമ്മള് നടക്കണു കാണുമ്പോ തോന്നും നമ്മളൊന്നും ചെയ്യണില്ലാന്ന്. പക്ഷെ മനസ്സിൽ ആ സംഭവം ഉണ്ട്. അത് ഞാൻ ഇവിടെ കാണിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോളി, വിജയം ഉറപ്പാ. പക്ഷെ വീട് വെക്കണം എന്ന് എന്റെ തൊള്ളോണ്ടും എന്റെ മനസ്സോണ്ടും ഞാൻ പറഞ്ഞിട്ടില്ല. കടം വീഴണം എന്ന് മാത്രമേ അല്ല, ഹൈറായ രീതിയിൽ ഞങ്ങളെ കടം വീട്ടി തരുന്ന അല്ലാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് നല്ല ഇത് എങ്ങനെയാണ് അല്ല ഹലാലായ രീതിയിൽ അതിൽ പറയണതും അതാണ്. ആ ഒരു ആയത്തിൽ പറയണത് അതാണ്, ഹലാലായ അല്ലാഹു മുഖ്ഫിനി മറന്ന അങ്ങനത്തെ ഒരു അർത്ഥമാണ്. അതിന്റെ ഫുൾ എനിക്ക് അർത്ഥം എനിക്കറിയില്ല, ഞാൻ വായിച്ച അതിലുണ്ട്. ഇനിയിപ്പോ ഞാന് പറഞ്ഞിട്ട് എങ്ങനെ, നിങ്ങൾ പ്രോബ്ലം സൊല്യൂഷൻ എന്നുള്ളൊരു ചാനലുണ്ട് യൂട്യൂബിന്റെ, അതിൽ പോയി നോക്കിയാല് ഞാൻ ആദ്യം നോക്കൽ എന്താ അറിയോ, കമന്റുകളാണ്. ആ ആയത്ത് പറയുന്നത് നിങ്ങളെ കടം വീട് ഉറപ്പ് എന്ന് പറയും 100%. അപ്പൊ അതിനെ കമന്റ് വായിച്ചോ, ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഞങ്ങളെ കടം വീടി, ഞാനിത് ചെയ്തത് മുതൽ എന്റെ കടം വീടി, എന്റെ കടം വീടി, എന്റെ കടം വീടി. ആ കമന്റ് കണ്ടതിന് ശേഷം എന്റെ മനസ്സിക്ക് വന്നു, ശരിയാണ് അല്ല അവരിതൊക്കെ വീട്ടിൽ കൊടുത്ത്, അപ്പൊ നമുക്ക് ചെയ്താലെന്താ. അപ്പൊ അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ഇത് ചെയ്യൽ തുടങ്ങി. പക്ഷെ അപ്പോ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഞങ്ങളെ കടം വീടിയത്. പക്ഷെ അള്ള കണക്കാക്കിയത് ചിലപ്പോൾ നമ്മളെ വീട് വിൽക്കാനാണ് കാരണം. നമ്മളെ വീട് എന്താ വെച്ചാൽ നമ്മള് സൈ കെട്ടിട്ട് നമ്മള് വീട് വിൽക്കാൻ കൊടുത്ത്, എന്താ വെച്ചാ നമുക്ക് രക്ഷയില്ല, അപ്പൊ നമ്മള് വീട് വിൽക്കുക എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അതല്ല നമ്മളെ കൊണ്ട് ചെയ്യാനുള്ള നമ്മളെ അടുത്തുള്ള മുതൽ. ജപ്തി നോട്ടീസ് 2-3 വട്ടം ജപ്തി നോട്ടീസ് വന്നിക്കണ്, ജപ്തി വാണിങ്ങിന്റെ നോട്ടീസ്, നിങ്ങൾ ജപ്തി ഔട്ടാന്ന് പറഞ്ഞുകൊണ്ടുള്ള. അപ്പൊ പിന്നെ നമ്മള് ജപ്തി ആയി കഴിഞ്ഞാൽ നമ്മളെ വീട് ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ഇല്ലാതായി പോകും. അപ്പൊ അതിനെക്കാട്ടും നല്ലതല്ലേ ഇത് വിൽക്കണത്.
അപ്പൊ വിൽക്കാൻ കച്ചവടക്കാരോട് പറഞ്ഞും ചെയ്തിക്കണേ. പക്ഷെ ഇത് വിറ്റ് കാട്ടല്ലാന്ന് പറഞ്ഞിട്ട് തോരുന്നിട്ടില്ല. സത്യത്തിൽ ഒരുപാട് പാർട്ടിക്കാരാ വന്നിരുന്നത്, ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് വേണം, ഞങ്ങളിത് വിറ്റിട്ടും വീണ്ടും ചോദിച്ചു കണ്ടിരുന്നേ. അതെ അത് കൊടുത്താൽ ഞങ്ങൾക്ക് വേണം തന്നെ. അതെ അതെ. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചക്ക് വന്നിട്ട് ഒരു പാർട്ടി വന്നിട്ട് പറഞ്ഞ് എന്താ ഫുഡ് കഴിക്കണമെന്ന് ചോദിച്ചാൽ ആ കഴിക്കുകയാണ്, ഞങ്ങൾ വെയിറ്റ് ചെയ്യട്ടെ ഒരു കാര്യം സംസാരിക്കാനാ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് വീടിൻ്റെ ആവും. ഞങ്ങൾ പറഞ്ഞ് വീടിനാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, കാരണം വീട് ഞങ്ങളെ വീട് കച്ചവടമായി. കൊടുത്തിട്ട് ഇട്ടാറിന് എന്താ വെച്ചാൽ ഒരു ടീം മുമ്പ് വന്ന് കണ്ടുപോയ പോലാണ്. അതെ ഒരു അതെ. വീട് ഇഷ്ടമായിട്ട് വീണ്ടും ഒരു വന്ന് പാകത്തൊരു വീടല്ലേ, ഒരു അതെ ഒരു ഉമ്മയും മക്കളുള്ള ഒരു ഫാമിലിക്ക് താമസിക്കാൻ ഒരു കുഴപ്പമില്ല, എല്ലാ സൗകര്യവും ഉണ്ട്. അതെ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, നല്ല ചുറ്റുപാടും നല്ല സ്ഥലവും ഉണ്ട്, അതെ മിറ്റും ഒക്കെ ഉള്ള ഒരു വീടല്ലേ. അതെ അതെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഓര് വന്ന് മുമ്പ് വന്ന് പോയ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വീണ്ടും ഈ വീട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അവിടുത്തെ സ്ത്രീ കുട്ടി കൂടെ വന്നിരുന്നത്. അപ്പൊ അവര് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വന്നപ്പോഴാണ് ഇത് പിന്നെ വിറ്റേക്കണം. പിന്നെ അപ്പൊ പിന്നെ ഒന്നല്ല വീണ്ടും നമ്മൾ ചോറ് കഴിക്കുമ്പോൾ 2 ടീം വന്നിട്ട് ഞങ്ങൾക്ക് ചോറ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട് വേണം പറഞ്ഞിട്ട്. പറഞ്ഞിട്ട് എന്താ കാട്ടുക പക്ഷെ പഠിച്ചോൻ കണക്കാക്കിയവർക്കല്ലേ കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങള് കട ഉള്ളോല് നിർബന്ധമായിട്ടും ചെയ്തോളി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ആയത്ത് എല്ലാ ഭക്തിയിലും ഓതിക്കോളി. അനസറിന് അള്ളാട് തോരം നോക്കി തീർച്ചയായിട്ടും കടം ഏത് രീതിയിലാണ് അള്ള ഹൈറാക്കിക്കണ ആ രീതിയിലൂടെ അത് അള്ള മാറ്റി തരും, ഉറപ്പാണ്. വീട് വിൽക്കണം നമ്മൾ പറയണില്ല. അള്ള എന്റെ കടം വീട്ടിൽ കൊണ്ടല്ല, ആ ദുആയിലെല്ലാം ഉണ്ടാവും. എന്നിട്ട് അള്ളാടെ പ്രാർത്ഥിക്കുക. വീട് വിൽക്കേണ്ടി വന്ന് വണ്ടി വിൽക്കേണ്ടി എന്തെങ്കിലും വിൽക്കേണ്ടി വന്നാൽ അതിൽ ഹയർ അള്ളാഹു തരും. അള്ളാഹ് തരും. അത് അങ്ങോട്ട് എത്താനുള്ള ഒരു വഴിയാണ് ഈ കടം വീടാനുള്ള ഒരു വഴിയാണ്. വഴി അള്ള തുറന്നു തരുമെന്ന് 100% ഉറപ്പാണ്. ഞാന് ഇത് ചൊല്ലിയതായപ്പോൾ ഞാൻ ചിന്തിച്ച് ഇത് ഈ ഒരു ആയത്ത് പറഞ്ഞു തന്ന ആ ഒരു ഉസ്താദ് ഉണ്ടല്ലോ, പ്രോബ്ലം സൊല്യൂഷൻ, നമ്മൾ ആളെ കണ്ടിട്ടില്ല. ആ ഉസ്താദിന് അള്ളാ റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ. എന്താ വെച്ചാൽ ഞാൻ അപ്പോൾ തന്നെ തോരുന്നത്. എന്താ വെച്ചാൽ അയാളിത് പറഞ്ഞു തന്നുകൊണ്ടല്ല, ആ ഉസ്താദ് പറഞ്ഞു തന്നുകൊണ്ടല്ല, ഒരുപാട് ജനങ്ങൾ എന്താ വെച്ചാൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടിരിക്കണം ഒരു ചാനല്. അപ്പോൾ ഒരുപാട് ഓരോ സംഭവങ്ങൾ നമുക്ക് നമ്മളെ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ഒരുപാട് സംഭവങ്ങൾ, നമ്മളെ ജോലിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, വർക്കത്തിനായിക്കോട്ടെ, വീടിനോ, ഓരോ സംഭവങ്ങൾക്കുള്ള എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടോല് ആ ചാനലൊന്ന് പോയി നോക്കിയാൽ കാണാം. ഞാൻ അതിൻ്റെ ഇത് കൊടുക്കാം. പിന്നെ ഈ ചാനലിൻ്റെ ആൾ കാണുന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എന്താ വെച്ചാൽ എനിക്ക് സന്തോഷമുണ്ട് പറയാൻ. വീട് പോയത് തന്നെ സ്വാഭാവികമാണ്. നമുക്ക് മനുഷ്യർ നമ്മൾ വെച്ചുണ്ടാക്കിയൊരു വീട് വിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ വാങ്ങണ ആൾക്കാർ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ജീവിക്കട്ടെ, സന്തോഷത്തോടെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് അങ്ങനെ പറയണ്ടത്താ ഓൽക്ക് ഇതുണ്ടാവും. ഇല്ല, അത് സ്വാഭാവികമാണ്. നമ്മൾ കച്ചവടം കഴിഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കണേ, നമ്മളെ മെയിൻ മനസ്സ് നമ്മളെ കടം വീടുക, വേറെ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. സാരല്ല, വീടിപ്പോ നിൽക്കുമ്പോ നമ്മൾ അത്രയും നയിച്ചുണ്ടാക്കിയ വീടല്ലേ. അപ്പൊ പോകുമ്പോ ഒരു സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ടാവും. വീടല്ലേ പോയിട്ടുള്ളൂ, നമ്മളെ മക്കള് പോയിട്ടില്ല, നമ്മക്കല്ല ആരോഗ്യം കിടന്നില്ലേ ഡോറ് വെക്കുന്നതിന് പണി നടക്കുന്ന സമയത്ത് ഒരു പണി നടക്കാതെ മനസ്സിലായി മാത്രം കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ. ഞാൻ കുട്ടിയുള്ളതല്ലേ, കുഞ്ഞു കുട്ടിയുള്ളതല്ലേ, ഞാൻ കുഴങ്ങിയിൽ എന്താ വെച്ചാൽ അവിടെ നിന്നൊക്കെ കഞ്ഞിയിട്ട് ഇങ്ങോട്ട് വരികയാണ് നടന്നിട്ട്. അപ്പൊ ഞാൻ കുഴങ്ങും. അപ്പൊ ഞാൻ പണിക്കാരൊക്കെ പോയിന്റ് വെച്ചാൽ ഞാൻ ഈ അൽമറിന്റെ ഉള്ളിൽ അവിടെ കൊടുക്കും. ഞാന് നല്ല തണുപ്പല്ലേ, വീട് പണി നടക്കുമ്പോ നല്ല തണുപ്പല്ലേ വീട്. അപ്പൊ പറഞ്ഞ മൈക്ക് എല്ലാവരും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. ഞാൻ നിർബന്ധിക്കണം നിങ്ങളെ കടം വീടാണ്. എന്താ വെച്ചാൽ കടം എന്ന് പറഞ്ഞാൽ അത്രക്കും ഒരു മനുഷ്യന്റെ എത്രത്തോളം ടെൻഷൻ അടുപ്പിക്കാൻ പറ്റും അത്രയും നമ്മളെ സ്ത്രീകളെക്കാട്ടി ഏറ്റവും ടെൻഷൻ അടിക്കുന്ന ഇബലാണ്. ജീവിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു നമ്മുടെ ഭാഷ ഒരു ഡെഡ് ബോഡി എന്ന് പറയാം, ജീവിച്ചിരിക്കുന്ന. സത്യം. ബാങ്ക് ഉണ്ടോ എന്നാ ഓന്റെ കാര്യം പോക്കാം. ബാങ്ക് ഉണ്ടെങ്കിൽ അവന്റെ ജീവിതം, അവന്റെ ഫാമിലിന്റെ ജീവിതം കഴിഞ്ഞ് നോക്കണ്ട. പിന്നെ ഓൽക്ക് മര്യാദ ഒന്നിനും വയ്ക്കൂല, ഒന്നിനും പറ്റൂല. എന്താ പറയാൻ വാക്കുകളിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അള്ളാഹു നമ്മളെല്ലാവരും കടം വീട്ടിൽ തട്ടെ. ഇനി ബാങ്കല്ല അല്ലാത്ത കടങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാര് പലിശ എന്നുള്ള സംഭവിച്ച് തൊടാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. വന്നാലും അത് എടുക്കാനുള്ള ബുദ്ധി അല്ല തരാതിരിക്കട്ടെ. ആമീൻ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അപ്പൊ എല്ലാരും ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണ്ട, എല്ലാരും കടം വീട്ടിൽ തെറ്റെ, കടമുള്ള പോലെ അള്ളാഹ് എങ്ങനെയെങ്കിലും അള്ളാഹ് എന്താണ് നമ്മൾ എന്നിപ്പോ എപ്പോഴും താന്ന് നിൽക്കൂലല്ലോ. അള്ളാഹ് ഒരു ഉയർച്ച എപ്പോഴും ഒരു കയറ്റത്തിന് ഒരു ഇറക്കണ്ടെന്ന് പറയില്ല. അതേപോലെ ഒന്ന് ഉയർത്തി തന്നെ ഞാൻ ആദ്യം ചെയ്യില്ലേ, നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട
ബാങ്കിലുമായി ബന്ധപ്പെട്ട കഷ്ടപ്പെട്ട ആൾക്കാരെ ഉയർത്തി അതെ അതെ എഴുന്നേൽപ്പിക്കുക. അവരതിന് അവരെ ഒന്നുമില്ലെങ്കിൽ പലിശയെങ്കിലും അടച്ചു കൊടുക്കണം, അതെ അതിനെ ഉയർത്തിക്കൊണ്ടുവരണം അവരെ. ഉയർത്തിക്കൊണ്ടിരണം. എന്റെ മനസ്സിലുള്ള അല്ല എന്തെങ്കിലും തരും കാരണം മരണത്തിന്റെ മുന്നേ. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെൺകുട്ടികളെ കെട്ടിക്കാനാണെങ്കിൽ അതിനെല്ലാവരും സഹായിക്കുന്നുണ്ട്, വീട് വെക്കാൻ പക്ഷെ സഹായിക്കുന്നുണ്ട്. ഇതിനാരും സഹായിക്കൂല. ഇത് വേറൊരു ഇതിലാണ് കാണുന്നത്. കാരണം ഒരാള് നമ്മുടെ പ്രമാണം കൊണ്ട് വെക്കണമെങ്കിൽ 100ൽ 99%ഉം അത്രയും ഗതി കെട്ടിയിട്ട് അവർ വെക്കുള്ളൂ, അല്ല വെറുതെ കൊണ്ടുവെക്കൂല. വെറുതെ വെക്കൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ അതെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോളി, ഉം. നിങ്ങളെ ടെൻഷനും മാറും, എല്ലാം മാറും. അപ്പൊ അതിനുള്ളൊരു മരുന്നാണിത്, അതെ കടം വീടും. അതുപോലെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും, ഈ കാരണം വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ഉപകാരപ്പെട്ടെ. ചെയ്യുക, ഉപകാരപ്പെടട്ടെ, എല്ലായിടത്തും ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഷെയർ ചെയ്താൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ട അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും കൂടി കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ അതെ നമ്മള് വലിയ ദീനുള്ള ആൾക്കാരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതെ നമ്മൾ ആരെയും പുറമുള്ള ആ ആളത് കണ്ട് നമ്മൾ ഒരാളെയും വിലയിരുത്താൻ പാടില്ല. പറ്റൂല, ആ ആളും അള്ളിയും കൂടി എന്താണ് ബന്ധം എന്ന് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല. പറ്റൂല. എന്റെ എടുത്തിരിക്കണ എന്റെ ഇവര് ഞാൻ ഇപ്പൊ പറയാം നിസ്കരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം, അല്ലെങ്കിൽ ഈ ആളും അള്ളിയും കൂടി ഒരു ബന്ധമുണ്ട്. അതെ അള്ള സ്വകാര്യമായിട്ട് ഉം. ആ പ്രാർത്ഥിക്കുമ്പോ അള്ളി ഇയാൾ കൂടി ഒരു ബന്ധമുണ്ട്. അത് എനിക്ക് കാണാൻ പറ്റൂല, ഇന്റേത് ഓർക്കും കാണാൻ പറ്റൂല. ഞാൻ അതെ അള്ളിയും കൂടി അത് എങ്ങനെയാണ് പറഞ്ഞതാണ്, ഒരാൾ നിസ്കരിക്കണില്ല ചിലപ്പോൾ നിസ്കരിക്കണം നിസ്കരിക്കണം. അല്ല, നിർബന്ധമാണ്. ഒരാളെ ഇത് പക്ഷെ കണ്ടുകാണ്ട് ഓന്റെ അങ്ങനെ പോക്ക് ശരിയല്ല, അതെ അതെ അങ്ങനെ നമ്മൾ ഒരാളെ കൂടി പറയാൻ പാടില്ല. അതെ പറയാൻ നമ്മൾ അർഹനല്ല. പക്ഷെ അറിയില്ല, ആ ആള് ഒന്നും കൂടി എന്ത് വന്നാൽ നമുക്കറിയോ? പറയാൻ കഴിയില്ല. ഇല്ല, അള്ള ഓനിലൊന്നും കണ്ടിട്ടുണ്ടാവും, നന്മ ഉണ്ടാവും തിന്മ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ആരും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് കഴിയുന്നിടത്തോളം അള്ളാട് പറയാ, എല്ലാം നമ്മൾ അള്ളാട് പറഞ്ഞു നോക്കി. അള്ളാട് ദൂരം കഴിയുമ്പോ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, ദുനിയാവിലൊന്നും കിട്ടൂല. പറ്റൂല. ആ ഒരു സമാധാനം അത് ഏത് ഇറങ്ങി പോയാലും എവിടെ പോയാലും കിട്ടൂല. നമ്മൾ ഒറ്റക്ക് നിസ്കാരക്കുപ്പായത്തിൽ ഇരുന്നിട്ട് ഒന്ന് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കി. ആരും ശല്യം പാടില്ല കേട്ടാ, ആരും പാടില്ല. ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന് കാണും, ഇങ്ങനെ പ്രാർത്ഥിച്ചാണ്ടല്ലോ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് ദുനിയാവിലെവിടെ പോയാലും കിട്ടാത്തൊരു സമാധാനമാണ്. അതെ അത് ചെയ്ത് നോക്കി. നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, ഉം. നമ്മൾ അലസതയിൽ ചെയ്തിട്ട് കാര്യം, നമ്മൾ ആത്മാർത്ഥമായിട്ട് നിസ്കാരക്കുപ്പായത്തേക്ക് വന്നാൽ നമ്മൾ ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത ചെയ്തിട്ട് തോരുന്നു കഴിഞ്ഞാണ്ടല്ലോ, അള്ള ഉറപ്പായിട്ട് 100% ഉത്തരം കിട്ടും. നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കി. അപ്പോൾ നിങ്ങളോട് ഈ വിവരം പറയാനും വേണ്ടിയിട്ടാണ്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ലൈവിലൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ട്, കുറെ ദിവസത്തേക്ക് എല്ലാവരും ചോദിച്ചു തുടങ്ങി. കടം വീടാൻ എന്താ ചെയ്തത്, കടം വീടാൻ എന്താ ചെയ്തത്. അതെ അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത്. അതെ അപ്പോൾ എന്താ പറയാ, നാളെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാ. നിങ്ങളോട് പറയാനും വേണ്ടിയിട്ടാണ്. ഇതിന് സന്തോഷം, അൽഹംദുലില്ലാ. അതെ പേര ഒരു ഭാഗത്ത് ഇല്ലെങ്കിലും ഒരു ഭാഗം ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ ഹാപ്പിയാണ്. കടം പോയപ്പോൾ കാരണം പോയപ്പോൾ ഞങ്ങൾ എന്തൊരു പുതിയൊരു ജീവിതമാണ്. പുതിയ ജീവിതമാണ്. അള്ളാഹു ഈ ജീവിതം നിലനിർത്തി തരട്ടെ, ആമീൻ. ദീർഘായുസ് തരട്ടെ, ഞങ്ങൾ എല്ലാരും അള്ളാഹു ആരോഗ്യം തരട്ടെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ. ആമീൻ. നമ്മളെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ പോവാണ്. അതെ അപ്പോ ആരാ ഇരിക്കുന്ന നമുക്ക് പറയാൻ പറ്റൂല. മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിപ്പിക്കട്ടെ. ആമീൻ. അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ്, നിങ്ങള് തീർച്ചയായിട്ടും ചെയ്തോളി. അതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യണോലുണ്ടെങ്കിൽ ഞങ്ങളിത് ചെയ്യലുണ്ട്, ഞങ്ങൾക്കിത് കിട്ടി ഒക്കെ അറിയിപ്പിക്കുന്ന കേൾക്കുമ്പോ ഒരു സന്തോഷം. കമന്റ് ചെയ്യാം. ഒരുപാട് ആൾക്കാർ ഞാൻ ഇപ്പൊ ആരോടെ പറഞ്ഞപ്പോ ഞങ്ങൾ ചെയ്യലുണ്ട്, ഞങ്ങൾ ചൊല്ലലുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് മെയിൻ അറിയാം. എന്നാലും ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കാത്തവരുണ്ട്. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യുക പ്രോബ്ലം സൊല്യൂഷൻ എന്നുള്ളത്. അത് എനിക്കിപ്പോ വലിയ ആളാവേണ്ട ആവശ്യമില്ല, ഞാൻ അതിന് എടുത്തിട്ട് ചൊല്ലിയതാണ്. എനിക്കിപ്പോ ഒന്നും അറിയില്ല, നമ്മള് വലിയ അറിവില്ലേയും പൂറ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.